പോയിന്റ്സ് നോട്ട് ചെയ്തു എല്ലാവരും? ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതിൽ നോക്കുക, നമ്മൾ 3 പോയിന്റ്സ് ആണ് ഇപ്പോൾ നോട്ട് ചെയ്തത്. സോ ഇതാ നമ്മൾ എങ്ങനെയാണ് കൊളാപ്സ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫോം ഷേപ്പ് വരയ്ക്കേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പം പഠിച്ച കാര്യമാണ്. എപ്പോഴും പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ലെങ്കിൽ ആദ്യം അത് ഡിഫോം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ സപ്പോർട്ട്സിലായിരിക്കും അല്ലേ? സപ്പോർട്ട്സിലായിരിക്കും. അതിന് ശേഷമാണ് അണ്ടർ ദ ലോഡ് വരുന്നത്. സോ കഴിഞ്ഞ നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തപ്പോഴും നമ്മൾക്ക് ഫിക്സഡ് എൻഡിലായിരിക്കും എപ്പോഴും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. അതിനുശേഷം ലോഡിൻ്റെ അണ്ടറിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ എത്ര പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് എത്ര പ്ലാസ്റ്റിക് ഹിഞ്ച് വരെ ഫോം ചെയ്യാം മാക്സിമം? ഈ ഡയഗ്രാം കാണുമ്പം 2 ഫിക്സഡ് സപ്പോർട്ടും ഉണ്ട്, പിന്നെ അകത്ത് 2 പോയിന്റ് ലോഡ്സും ഉണ്ട്. സോ എത്ര പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്? ഫിക്സഡ് സപ്പോർട്ടിൽ 2 എണ്ണവും പിന്നെ അണ്ടർ ദ ലോഡ് ഓരോന്നും അല്ലേ? റൈറ്റ്. സോ അങ്ങനെ വരുമ്പം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫിക്സഡ് സപ്പോർട്ടിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകുന്നതും അതുകൂടാതെ ഏതെങ്കിലും ഒരു ലോഡിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുന്നതിൻ്റെയും കൂടെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു ബീം പ്ലാസ്റ്റിക് അനാലിസിസ് ചെയ്യുമ്പം ഈ ഒരു ബീം കൊളാപ്സ് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഹിഞ്ചസ് ഫോം അറ്റ് സപ്പോർട്ട്സ് ആൻഡ് അനദർ ഹിഞ്ച് ഇൻ ദ സ്പാൻ. ഇൻ ദ സ്പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഈ തന്നിരിക്കുന്ന 1.25 W എന്ന് പറഞ്ഞ ലോഡിൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ W എന്ന് പറയുന്ന ലോഡിൻ്റെ അണ്ടറിലായിരിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇൻ ദ ഇന്റീരിയർ ഹിഞ്ച്, അതായത് സ്പാനിൻ്റെ അകത്ത് വരുന്ന ഹിഞ്ച് എവിടെ ഡെവലപ്പ് ചെയ്യാം? മേ ഡെവലപ്പ് അണ്ടർ 1.25 W ലോഡ് ഓർ അണ്ടർ ദ ലോഡ് W. ഇതിലേതിലെങ്കിലും ഒന്നിലും ഡെവലപ്പ് ആകും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹെൻസ് ബോത്ത് മെക്കാനിസംസ് വിൽ ബി ഡൺ ആൻഡ് ദ വൺ ഗിവിംഗ് ദ ലെസ് കൊളാപ്സ് ലോഡ് വാല്യൂ വിൽ ബി സെലക്റ്റഡ് ആസ് ദ റിയൽ കൊളാപ്സ് മെക്കാനിസം. നമ്മൾ 2 മെക്കാനിസംസ് ട്രൈ ചെയ്യും. അതായത് 1.25 W എന്ന ലോഡിൻ്റെ അണ്ടറിൽ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ? അതേപോലെ W എന്ന് പറയുന്ന ലോഡിൻ്റെ അണ്ടറിൽ നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുകയാണെങ്കിൽ എന്തായിരിക്കും കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ വരുന്നത്? ഓക്കെ, സോ ഈ 2ഉം നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൽ ഏതാണോ ലീസ്റ്റ് വാല്യൂ വരുന്നത് അതാണ് പറയുന്നത് ദ വൺ ഗിവിംഗ് ലെസ് WC വിൽ ബി സെലക്റ്റഡ് ആസ് ദ റിയൽ കൊളാപ്സ് മെക്കാനിസം. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് 2 രീതിയിൽ ഇതിനെ ചെയ്ത് നോക്കാം. സോ നിങ്ങൾ എടുക്കുക, നോട്ട് ദിസ്. ആദ്യം എഴുതേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങളുടെ നോട്ട്ബുക്കിൽ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈ ദ ഡിഫോം ഷേപ്പ് ഓർ കൊളാപ്സ് മെക്കാനിസം. നിങ്ങൾ എഴുതുക സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 1 എന്താണ്? കൊളാപ്സ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫോംഡ് ഷേപ്പാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലേ? സോ നമ്മൾക്ക് മെക്കാനിസം 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഞാൻ പറയാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളിത് എഴുതുക. മെക്കാനിസം 1 ബ്രാക്കറ്റിൽ എഴുതുക ഇന്റീരിയർ ഹിഞ്ച് അണ്ടർ ലോഡ് 1.25 W. ഇന്റീരിയർ ഹിഞ്ച് അണ്ടർ ദ ലോഡ് 1.25 W. ഇന്റീരിയർ ഹിഞ്ച് അണ്ടർ 1.25 W. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഹെഡിങ് എഴുതിയോ? അപ്പോൾ ഇവിടെ നോക്ക്. ദിസ് മെക്കാനിസം ഇസ് ഷോൺ ഇൻ ഫിഗർ എ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഡിഫോം ഷേപ്പ് വരയ്ക്കുന്നു. സോ നിങ്ങളിവിടെ നോക്കുക. നിങ്ങൾ വരയ്ക്കുന്നതിന് മുൻപായിട്ട്
നമ്മളിവിടെ നോക്കുക. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഒരു ബീം ഡീഫോംഡ് ആകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൊളാപ്സ് മെക്കാനിസം വരാം. അതായത് രണ്ട് ഡീഫോം ഷേപ്പ് വരാം. ഒന്ന് ഇങ്ങനെ ഡീഫോം ആകും. നിങ്ങൾ ഈ ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 1.25 ഡബ്ല്യുവിൻ്റെ അവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോലെയുള്ള ഒരു ഡീഫോം ഷേപ്പ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഷേപ്പ് മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ ഇങ്ങനെ ഡിഫോം ആകാം, അല്ലെങ്കിൽ ഈ ഒരു ഡിഫോം ഷേപ്പ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ, ഈ ഒരു ഡിഫോം ഷേപ്പ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഒന്നെങ്കിൽ ഇങ്ങനെ ഡിഫോംഡ് ആകാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡിഫോംഡ് ആകാം? ഇങ്ങനെ ഡിഫോംഡ് ആകാം. അതായത് ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡിൻ്റെ അണ്ടറിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഒരു ഡിഫോം ഷേപ്പ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫോം ഷേപ്പ്. മനസ്സിലാവുന്നുണ്ടോ? സോ രണ്ട് ഡിഫോം ഷേപ്സ് വരാം. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു വേരിയേഷൻ മനസ്സിലായോ? രണ്ട് ഡിഫോം ഷേപ്സ് വരാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഡിഫോംഡ് ആകാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അത് ഡിഫോംഡ് ആകാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ പറഞ്ഞ ഡിഫോം ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം. അതാണ് നമ്മളിപ്പം ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു മെക്കാനിസം 1 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഡിഫോംഡ് ഷേപ്പ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ചതിന് ശേഷം അതാണ് ഡിഫോം ഷേപ്പ്, അല്ലെങ്കിൽ അതാണ് മെക്കാനിസം 1. ഓക്കെ, സ്റ്റെപ്പ് 1ൻ്റെ അണ്ടറിൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് കൊളാപ്സ് മെക്കാനിസം ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ രണ്ട് കൊളാപ്സ് മെക്കാനിസംസ് ഉള്ളത് കൊണ്ട് ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസമാണ് നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നത്. സോ ആദ്യത്തെ ഡിഫോം ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ വരയ്ക്കാം. ഓക്കെ, സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഡിഫോം ഷേപ്പ് വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഡിഫോം ഷേപ്പ് വരയ്ക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ഈ ഇപ്പം നമ്മൾ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിച്ചിരിക്കുന്ന 1.25 ഡബ്ല്യുവിൻ്റെ അണ്ടറിലല്ലേ? സോ അവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ 1 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് രണ്ട് ഷേപ്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ, സോ ഡെൽറ്റ 1 എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ തീറ്റ 1ഉം ഇപ്പുറത്ത് തീറ്റ 2ഉം കൊടുക്കുക. കാരണം ഷേപ്പ് യൂണിഫോം അല്ല. സോ രണ്ട് ഡിഫറെൻറ്റ് തീറ്റ വാല്യൂസ് കൊടുക്കുക, തീറ്റ 1 ആൻഡ് തീറ്റ 2. ഓക്കെ, സോ W1 തീറ്റ 1 തീറ്റ 2. ഇനി തീറ്റ 2ൻ്റെ അവിടെയും ഈ തീറ്റ 2 ഇവിടെ മാർക്ക് ചെയ്തല്ലോ, തീറ്റ 1 ഇപ്പുറത്ത് തീറ്റ 2, പിന്നെ ഇവിടെ ഡെൽറ്റ 1. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചോ? ട്രയാങ്കിൾ ഷേപ്പ് വരച്ചോ? ഓക്കെ, സോ അതിൽ ഡെൽറ്റ 1 റെപ്രസെൻറ്റ് ചെയ്യണം, തീറ്റ 1 റെപ്രസെൻറ്റ് ചെയ്യും, തീറ്റ 2 റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ നോക്ക്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഈ ഒരു ഡിഫോംഡ് ഷേപ്പാണ്, റൈറ്റ്? സോ ഈ ഒരു ഡിഫോം ഷേപ്പല്ലേ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. സി റെഡ് കളറിൽ റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിഫോം ഷേപ്പാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ 1.25ൻ്റെ അണ്ടറിലാണ് നമ്മൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ W എന്ന് പറഞ്ഞ ലോഡിൻ്റെ അണ്ടറിലും നിങ്ങൾ ഡെൽറ്റ 2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഡെൽറ്റ 1ൻ്റെ അണ്ടറിൽ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഡെൽറ്റ 1. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും. അതേപോലെ W എന്ന് പറഞ്ഞ ലോഡിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഡെൽറ്റ 2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ 2 ഇവിടെയാണ് ഡെൽറ്റ 2 വരുന്നത്. സോ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം
θ1 θ2 ഇത്രയും കാര്യങ്ങളും പിന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലോഡിൻ്റെ ആ ഡിസ്റ്റൻസ് 2L-ഉം 0.25L-ഉം 0.2L-ഉം 0.25L എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ആ ഒരു ഡിസ്റ്റൻസ് കാര്യങ്ങളും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ 4 കാര്യങ്ങളാണ് Δ1 Δ2 θ1 θ2 പിന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ വാല്യൂസ് 0.2L-ഉം 0.25L-ഉം. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഇത്രയും കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തോ നിങ്ങളുടെ ആ ഡിഫോംഡ് ഷേപ്പ് അല്ലെങ്കിൽ കൊളാപ്സ് മെക്കാനിസത്തിൽ? വരച്ചോ? ആ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചോ? ഓക്കെ, ഇനി അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കൊളാപ്സ് മെക്കാനിസം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പം നമ്മുടെ മെക്കാനിസം 1 ആണ്. കാരണം നമ്മൾ മാക്സിമം Δ1 കൊടുത്തിരിക്കുന്നത് 1.25ൻ്റെ അണ്ടറിലായതുകൊണ്ടാണ്. നമുക്ക് 2 കൊളാപ്സ് മെക്കാനിസംസ് വരാം. ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസമാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്ക്. ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച്. എവിടെയൊക്കെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകാം എന്നുള്ളതാണ് ഇനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിൽ നോക്ക്. ഇതിൽ എവിടെയൊക്കെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകാം? സപ്പോർട്ട്സിൽ 2 ഫോം ആകും. പിന്നെ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് 1.25W ലോഡിൻ്റെ അണ്ടറിലായതുകൊണ്ട് അവിടെയും ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകും, അല്ലേ? ടോട്ടലി എത്ര പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആകും? 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആകും. സോ അതാണ് ഞാനിപ്പോൾ റെഡ് കളറിൽ ഇവിടെ കാണിക്കുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് പ്ലാസ്റ്റിക് ഹിഞ്ച് അറ്റ് ഫിക്സഡ് എൻഡ്, സെക്കൻഡ് പ്ലാസ്റ്റിക് ഹിഞ്ച് അറ്റ് ദ നെക്സ്റ്റ് ഫിക്സഡ് എൻഡ്, ആൻഡ് ദിസ് ഇസ് ദ തേർഡ് പ്ലാസ്റ്റിക് ഹിഞ്ച് which is under the 1.25W load. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണ് ഫോം ആയിരിക്കുന്നത്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച്. സോ നിങ്ങളുടെ ഈ ഇപ്പം മെക്കാനിസം 1 ഡയഗ്രാം വരച്ചതിൽ ഈ 3 സ്ഥലങ്ങളിലും നിങ്ങൾ തിക്കായിട്ട് റൗണ്ടായിട്ട് പ്ലാസ്റ്റിക് ഹിഞ്ചസിനെ കാണിക്കാം. കംപ്ലീറ്റഡ്? ചെയ്തോ? ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം സോ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് മെക്കാനിസത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പാണ്. കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ വർക്ക് ഡൺ ബൈ ദ പ്ലാസ്റ്റിക് ഹിഞ്ചസും. അതുപോലെ ഇപ്പോൾ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് പിന്നെ ഞാൻ കാൽക്കുലേഷൻ പാർട്ടിലോട്ടാണ് വരുന്നത്. സോ നിങ്ങളിവിടെ നോക്കുക. നമുക്ക് ഈ ഡയഗ്രം തന്നെ നോക്ക്. ഈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ട്രയാങ്കുലർ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് സി Δ1 ഇസ് ഈക്വൽ ടു എന്താ? ഈ Δ1നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ കൺസിഡർ ചെയ്യും. ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ, ട്രയാങ്കിളിൻ്റെ ഈ ഒരു പാർട്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? Δ1 ഇതല്ലേ, ഇവിടെ അല്ലേ Δ1. Δ1 ഇസ് ഈക്വൽ ടു 0.2L ഇൻറ്റു θ1. എഴുതിക്കൂടെ? Δ1 ഇസ് ഈക്വൽ ടു, ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ എഴുതാം. ഈ പറഞ്ഞ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് എഴുതാം. Δ1 is equal to 0.2L into സിമ്പിൾ യൂസ് ചെയ്യുന്നില്ല, θ1. ഓക്കെ, നിങ്ങൾ ഡെൽറ്റ തീറ്റ നൊട്ടേഷൻ യൂസ് ചെയ്യും. ഇതാണ് ഈ ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അല്ലേ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയത്
ഓക്കെ. ഇനി അതേപോലെ അടുത്ത ട്രയാങ്കിൾ നോക്കാം. അതായത് ആ വലിയ ട്രയാങ്കിൾ എടുക്കുക, ഈ ഒരു പോർഷൻ എടുക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? അഗെയിൻ Δ1 is equal to 0.2L ആണ് ഇപ്പുറത്തെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0.8L അല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0.8L അല്ലേ? റൈറ്റ്. അപ്പോൾ ഈ ഓറഞ്ച് ആരോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.8L അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും? അഗെയിൻ Δ1 is equal to 0.8L into θ2 എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം Δ1 is equal to, മനസ്സിലാവുന്നുണ്ടോ? Δ1 is equal to 0.8L into θ2. ക്ലിയർ? ഇതുവരെ നോട്ട് ചെയ്തോ? ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും ഞാൻ കാണിച്ചു തന്നു. ഇതുപോലെ ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ. അതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. Δ1 is equal to 0.2L into θ1. സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് Δ1 into 0.8L into θ2. ഇത് രണ്ടും എഴുതിയോ? ഓക്കെ. ഇനി അടുത്തത് നോക്കാം. നമുക്കിനി Δ2ൻ്റെ നോക്കാം. അതായത് Δ2 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ട്രയാങ്കിളാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? നിങ്ങളിവിടെ നോക്കുക, ഇതല്ലേ നമ്മുടെ Δ2 എന്ന് പറഞ്ഞു വരുന്നത്? ഇവിടെ അല്ലേ നമ്മുടെ Δ2 മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ ഈ ഒരു ട്രയാങ്കിൾ നോക്കാം, Δ2. Δ2ന് ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? Δ2 is equal to, എങ്ങനെ എഴുതാം? 0.25L into θ2 എഴുതിക്കൂടെ? അങ്ങനെ എഴുതിക്കൂടെ? Δ2 is equal to 0.25L into θ2. മനസ്സിലാവുന്നുണ്ടോ? ഈ ചെറിയ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ. സോ നമ്മൾ ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി അങ്ങോട്ട് തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും ഒക്കെ ചെയ്യുമ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ മതി. ഒന്നുകിൽ θ1 അല്ലെങ്കിൽ θ2, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എഴുതുന്നത്. ഓക്കെ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തിരുന്നു. ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ടേംസിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു തീറ്റനെ അടുത്ത തീറ്റയുടെ ടേംസിൽ എഴുതാൻ നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ. സോ ഓക്കെ. സോ ഇതെല്ലാവരും നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി ഇവിടെ നോക്ക്, നമ്മളിപ്പോൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് Δ2 is equal to 0.25L into θ2 എന്ന് എഴുതിയല്ലോ. അതിനെ നമുക്ക് θ2നെ റീപ്ലേസ് ചെയ്യാം. ഏത് വെച്ചിട്ട്? ഇപ്പം നമ്മുടെ ഇവിടെ എഴുതി ഈ ഒരു ടേം ഇല്ലേ, ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം നോക്കുക. Δ1 ഡിവൈഡഡ് ബൈ 0.8L is equal to θ2 അല്ലേ? ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? Δ1 ഡിവൈഡഡ് ബൈ 0.8L is equal to θ2 എന്ന് എഴുതിക്കൂടെ? മനസ്സിലാവുന്നുണ്ടോ? Δ1 ഡിവൈഡ് ബൈ 0.8L is equal to θ2. അത് മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ θ2 എന്നുള്ള ഈ ഒരു എക്സ്പ്രഷനെ ഇവിടെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് ചെയ്യാം നമുക്ക്, Δ2 is equal to 0.25L into θ2-ന് പകരം നമ്മൾ എന്താ എഴുതുന്നത്, Δ1 ഡിവൈഡ് ബൈ 0.8L എന്ന് എഴുതും. Δ1 ഡിവൈഡഡ് ബൈ 0.8L. ഓക്കെ. സോ ഇങ്ങനെ നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാം. Δ2 is equal to 0.25L divided into Δ1 divided by 0.8L. ഓക്കെ. സോ അതാണ് നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ്, ഈ കാണുന്നത്. Δ2 is equal to 0.25L divided by 0.8L into Δ1. അതാണ് ഈ കാണുന്നത്. എല്ലും എല്ലും ക്യാൻസൽ ആകും, എന്ത് വരും, Δ2 is equal to 0.25 ഡിവൈഡ് ബൈ 0.8 ഇൻറ്റു Δ1. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഫസ്റ്റ് ഇക്വേഷൻ. സോ അത് നിങ്ങൾ 1 എന്ന് പറഞ്ഞ് എഴുതിക്കും. Δ2 is equal to 0.25L divided by 0.8L into Δ1. That is equal to എല്ലും എല്ലും ക്യാൻസൽ ആകുമ്പോൾ that becomes 0.25 divided by 0.8 into Δ1. ഓക്കെ, നോട്ട് ചെയ്തോ? ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ആ ടേംസിനെ റീഅറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ആയെങ്കിൽ പറയണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ. സോ അതുകൊണ്ട് അതാണ് ആ സിംപ്ലിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. നമ്മൾ എഴുതിയിരിക്കുന്ന ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. Δ1-ന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. Δ1 is 0.2L into θ1ഉം അതുപോലെ Δ1 is equal to 0.8L into θ2. ഓക്കെ. സോ അതാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. 0.2L into θ1 is equal to Δ1 which is equal to 0.8L into θ2. ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന കാര്യത്തെ തന്നെയാണ് സെക്കൻഡ് ഇക്വേഷനായിട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൽ എല്ലും എല്ലും ക്യാൻസലായി സിംപ്ലിഫൈ ചെയ്യുക. 0.2ഉം കൂടെ 0.8ഉമാണ്. സോ അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, θ1 is equal to 4 into θ2 എന്ന് കിട്ടും. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. θ1 is equal to 4 into θ2. സോ നമ്മൾ വേരിയബിൾസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതും കൂടെ നോട്ട് ചെയ്യുക. 0.2L into θ1 is equal to Δ1 which is equal to 0.8 into L into θ2. നമ്മളിപ്പോൾ എഴുതിയ കാര്യം തന്നെ, അതിന് രണ്ടും ഞങ്ങൾ ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ θ1 is equal to 4 into θ2. ഓക്കെ. കംപ്ലീറ്റ് ആകുമ്പോൾ പറയണേ. വീഡിയോ കംപ്ലീറ്റ് ആയോ? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. ഓക്കെ. പലർക്കും നെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു.
എന്തായാലും ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റാണ്, പക്ഷേ എനിക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച്. നോക്കാം എത്ര എഫക്റ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻസ് ആയിട്ട് എഴുതിയത് എന്തായിരുന്നു? നമ്മുടെ Δ1നെയും θ1നെയൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടൊരു Δ1ഉം അത് Δ2ഉം രണ്ടും കൂടെ വരാതെ ഏതെങ്കിലും ഒരു ഡെൽറ്റ യൂസ് ചെയ്യത്തക്ക രീതിയിലും θ1 ആൻഡ് θ2 രണ്ടും യൂസ് ചെയ്യാതെ ഒരു തീറ്റയുടെ വാല്യൂ യൂസ് ചെയ്യത്തക്ക രീതിയിലും ആണ് നമ്മൾ അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ വരുത്തിയത്. ഓക്കെ, സോ ദാറ്റ് വാസ് സ്റ്റെപ്പ് നമ്പർ 2. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്തായിരുന്നു? ഐഡൻറ്റിഫൈ ദ ഡിഫോം ഷേപ്പ് ഓർ കൊളാപ്സ് മെക്കാനിസം. സോ നമ്മൾ ആദ്യത്തെ മെക്കാനിസമാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച്. സോ ആദ്യത്തെ മെക്കാനിസത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണെന്ന് മനസ്സിലായി. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷൻസും വരുത്തി വെക്കുക. ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ചെയ്തു വെക്കുക. ഓക്കെ, now we'll move on to the third step, that is write down calculate the internal work done by plastic hinges അല്ലെങ്കിൽ internal work done by plastic hinges. അങ്ങനെ നോട്ട് ചെയ്യും, internal work done by plastic hinges. Step number 3, internal work done by plastic hinges. Heading എഴുതിയോ? എഴുതിയോ ഹെഡിങ്? ഓക്കെ, സോ ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 വരാം. ഇന്റേണൽ വർക്ക് ഡൺ. പ്ലാസ്റ്റിക് ഹിഞ്ച് കാരണം ഉണ്ടായിരിക്കുന്ന വർക്ക് ഡൺ ആണ്. സോ നിങ്ങൾ ഈ ഡയഗ്രം നോക്ക്, നമുക്ക് 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണ്. സോ 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് കാരണം ഉണ്ടായിരിക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്? അവിടുത്തെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് MP ഇൻറ്റു θ1. സോ ആദ്യത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച്, ഇപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച്, അതിൻ്റെ വർക്ക് ഡൺ ആണ്. സോ MP ഇൻറ്റു θ1. ഓക്കെ, സോ അതാണ് ആദ്യത്തെ എഴുതേണ്ടത്. സോ നിങ്ങളിവിടെ നോക്ക്, MP ഇൻറ്റു θ1, ഇൻറ്റേർണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു MP ഇൻറ്റു θ1. സോ അതെന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ചിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, MP ഇൻറ്റു θ1. ഓക്കെ, അടുത്തത് ഇതും എന്താ വരുന്നത്? MP ഇൻറ്റു ഇവിടുത്തെ റൊട്ടേഷൻ എത്രയാ? θ2. സോ MP ഇൻറ്റു θ1 പ്ലസ് MP ഇൻറ്റു θ2. അത് രണ്ടാമത്തെ ഹിഞ്ചിന്റെ ഇന്റേണൽ വർക്ക്. മൂന്നാമത്തെ ഹിഞ്ചിന്റെ എന്ന് പറയുന്നത് ഈ താഴത്തേതാണ്. ഓക്കെ, സോ അതിന്റെ കേസിൽ നമ്മൾക്ക് എന്തായിരിക്കും വരിക? ഇവിടുത്തെ MP ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അവിടുത്തെ MP എടുക്കുമ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ എടുക്കണം. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമ്മൾക്ക് ഇവിടെയുള്ള ആംഗിൾ എടുക്കണം അല്ലേ? ഈ ഒരു ആംഗിൾ എടുക്കണ്ടേ? പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എടുക്കണ്ടേ? അതേപോലെ നമ്മൾക്ക് ഇവിടെയുള്ള ആംഗിളും എടുക്കണം. ഏതാ? ഇപ്പുറത്തുള്ള ആംഗിളും എടുക്കണം അല്ലേ? ഈ രണ്ട് ആംഗിൾസും നമുക്ക് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ആംഗിളും എടുക്കണം, ഇപ്പുറത്തുള്ള ആംഗിളും എടുക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ ഇത് എത്രയായിരിക്കും? ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇത് θ1 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? അതും θ1 ആയിരിക്കില്ലേ? റൈറ്റ്. അതേപോലെ ഇത് θ2 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? അത് θ2 ആയിരിക്കും. സോ ഇവിടുത്തെ ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പം MP ഇൻറ്റു θ1 പ്ലസ് θ2 എന്ന് വരും. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഈ സ്റ്റെപ്പിൽ കാണുന്നത്, MP ഇൻറ്റു θ1 പ്ലസ് θ2. ഓക്കെ, സോ MP ഇൻറ്റു θ1 പ്ലസ് MP ഇൻറ്റു θ1 പ്ലസ് θ2 പ്ലസ് MP ഇൻറ്റു θ2. ഇതാണ് ഇന്റേണൽ വർക്ക് ഡൺ. സോ ഇതിനെല്ലാം റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2MP ഇൻറ്റു θ1 പ്ലസ് θ2 എന്ന് വരും. ഓക്കെ, ഈ θ1ഉം θ2നും നമ്മൾ തൊട്ട് മുൻപ് ഒരു സെക്കൻഡ് ഇക്വേഷൻ എഴുതിയിരുന്നു.
അതായത് θ1നെ θ2 ടേംസിൽ മാറ്റുന്നൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട്. സോ അത് വെച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ θ1 എന്ന് പറയുന്നത് 4θ2 എന്നാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നത്. സോ അതിവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റി, 2mp ഇൻറ്റു 4θ2 പ്ലസ് θ2, അപ്പോൾ 5θ2 എന്ന് വന്നു. സോ 5 ഇൻറ്റു 2 10 വന്നു. സോ ദാറ്റ് ബിക്കംസ് 10mp θ2 എന്ന് വന്നു. സോ ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ 10mp θ2 ആണ്. ഓക്കെ, സോ നിങ്ങൾ നോട്ട് ചെയ്ത് mp ഇൻറ്റു θ1 പ്ലസ് mp ഇൻറ്റു θ1 പ്ലസ് θ2 പ്ലസ് mp ഇൻറ്റു θ2 ഇസ് ഈക്വൽ ടു ഇതെല്ലാം എഴുതിയിട്ട് ആ ഇൻറ്റേർണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 10mp θ2 എന്ന് എഴുതാം. സോ അതാണ് നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3യിൽ നിന്ന് കിട്ടുന്നത്, 10mp θ2. കഴിയുമ്പം പറയാം. ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 10mp θ2 അതുവരെ എഴുതാം. അതിൻ്റെ തൊട്ട് താഴെയാണ് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത്, സ്റ്റെപ്പ് നമ്പർ 4. ഓക്കെ, സോ അതുവരെ എഴുതിയോ? 10mp θ2 ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 10mp θ2. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 4 എഴുതുക. സ്റ്റെപ്പ് നമ്പർ 4 എന്താണ്? സി ഹിയർ, സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ ലോഡ് ആണ്. സോ അത് ഹെഡിങ് എഴുതിക്കോ. സ്റ്റെപ്പ് നമ്പർ 4, കാൽക്കുലേറ്റ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ ലോഡ്. Calculate the external work done by the load. എഴുതിയോ? സോ ആ ഒരു സ്റ്റെപ്പിലോട്ട് വരുമ്പം ഇനി നോക്കുക, എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് കാരണം ഉണ്ടാവുന്നതാണ്. സോ നമുക്കിവിടെ 2 ലോഡാണുള്ളത്, ഒന്ന് 1.25 W, മറ്റേന്ന് പറയുന്നത് W ആണ്. സോ നിങ്ങളെ ക്വസ്റ്റ്യൻ നോക്ക്, 1.25 W, മറ്റേത് W ആണ്. സോ ഇത് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡണ്ണിനെയാണ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമ്മുടെ ഡയഗ്രത്തിൽ നോക്ക്, ഇവിടെ നമ്മൾക്ക് 1.25 W അണ്ടറിൽ Δ1ഉം W അണ്ടറിൽ Δ2 ആണ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ? സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്തായി മാറും? എഴുതിക്കോ. എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1.25 W, Wന്റെ സ്ഥലത്ത് WC എന്ന് എഴുതുക, കാരണം നമ്മൾ WC ആണ്, കൊളാപ്സ് ലോഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1.25 WC ഇൻറ്റു Δ1. 1.25 Wന്റെ അണ്ടറിൽ വരുന്നത് Δ1 ആയത് കാരണം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് അടുത്ത ലോഡ് WC, അതിന്റെ അണ്ടറിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δ2 ആണ്. സോ മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് യു ഗെറ്റ് ദിസ് ടേം WC ഇൻറ്റു Δ2. ഇനി നമ്മൾ ഈ Δ1നും Δ2നും നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഇക്വേഷൻസ് ഒക്കെ എഴുതിയായിരുന്നു. ആ ഇക്വേഷൻ 1 ഉം 2 എന്നും പറഞ്ഞ് 2 എഴുതിയിരുന്നു. സോ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതായത് Δ2നെ നമ്മളൊരു ഇക്വേഷൻ 1 എഴുതിയിരുന്നു. എന്തായിരുന്നു? Δ2 എന്ന് പറയുന്നത് 0.25 ഡിവൈഡ് ബൈ 0.8 ഇൻറ്റു Δ1 നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിരുന്നു റീഅറേഞ്ച് ചെയ്തിട്ട്. സോ അത് എഴുതുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? Δ1ന്റെ ടേംസിൽ ഒരൊറ്റ ഇക്വേഷനായിട്ട് മാറും. WC ഇൻറ്റു 1.25 പ്ലസ് 0.25 ഡിവൈഡ് ബൈ 0.8 ഇൻറ്റു Δ1 എന്ന് കിട്ടും. ഓക്കെ, ആ Δ1നെ നമ്മൾ വീണ്ടും θ2ന്റെ ടേംസിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3യിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് θ2 ആണ്. സോ സ്റ്റെപ്പ് നമ്പർ 4ലും അതേ വേരിയബിളിനെ കൊണ്ടുവരികയാണെങ്കിൽ ബോത്ത് വേരിയബിൾസ് ഗെറ്റ് ക്യാൻസൽ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. സോ ഓർക്കുക, 3 പ്രാവശ്യം നമുക്ക് റീപ്ലേസ് ചെയ്യണം.
ഒന്ന് സ്റ്റെപ്പ് നമ്പർ 3ലും സ്റ്റെപ്പ് നമ്പർ 4ൽ 2 പ്രാവശ്യം റീപ്ലേസ് ചെയ്യണം. സോ ദാറ്റ് യു ഗെറ്റ് എ സിംഗിൾ വേരിയബിൾ ഫോർ ഇന്റേണൽ വർക്ക് ഡൺ ആൻഡ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. കാരണം സ്റ്റെപ്പ് നമ്പർ 5ലോട്ട് വരുമ്പോൾ ആ വേരിയബിൾ ക്യാൻസൽ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സിംഗിൾ വേരിയബിളിലോട്ട് കൊണ്ടുവരുന്നത്. സോ റൈറ്റ് ഡൗൺ, ഈ ഒരു ഇക്വേഷൻ എഴുതാം. WC ഇൻറ്റു 1.25 പ്ലസ് 0.25 ഡിവൈഡ് ബൈ 0.8 ഇൻറ്റു ഡെൽറ്റ 1. ഡെൽറ്റ 1 എന്ന് പറയുന്നതാണ് ഈ 0.8 ഇൻറ്റു L തീറ്റ 2. നമ്മൾ ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. സോ അതവിടെ എഴുതുക. സോ വീണ്ടും അതിനെ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.25 ആയിരിക്കും. കാരണം 0.8ഉം 0.8ഉം ക്യാൻസൽ ആയി പോവും. WC ഇൻറ്റു 1.25 പ്ലസ് 0.25 ആയിരിക്കും. സോ 1.5 ആയിരിക്കും വരിക അല്ലേ. 1.5 ഇൻറ്റു L തീറ്റ 2. ഓക്കെ, WC ഇൻറ്റു അല്ല 1.25 തന്നെ വരും. 1.25 into L theta 2. So that is your external work done from the fourth step. Okay. The fifth step എന്ന് പറയുന്നത് just write down what you see here. Equating the internal work done to the external work done. രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ കോമൺ വേരിയബിൾ എന്ന് പറയുന്നത് തീറ്റ 2 ആണ്. സോ കോമൺ ആയിട്ടുള്ള വേരിയബിൾ ആയതുകൊണ്ട് both gets cancelled in the left hand side and right hand side. And finally, you get the expression for WC, that is 8 MP by L. ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ WCയുടെ ഇക്വേഷൻ എഴുതാം. Okay, so write down step number 5. കംപ്ലീറ്റ് ആയെങ്കിൽ പറയണേ. Okay, completed. Complete time. Question 5 വരെ എഴുതിയോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. അതായത് ഫസ്റ്റ് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ട് WCയുടെ ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഇപ്പം ഞാനിത് ഓൺലൈൻ ആയതുകൊണ്ടാണ് പറയാൻ ഇത്രയും ടൈം എടുത്തത്. ഫസ്റ്റ് മെക്കാനിസത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന WCയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ ഇനി നമുക്ക് സെക്കൻഡ് മെക്കാനിസം ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് മെക്കാനിസത്തിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്, ഡയഗ്രാം മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, സോ ഡയഗ്രാം മാറും, ബാക്കിയുള്ള കറസ്പോണ്ടിങ് ഡയഗ്രാം മാറുന്നതനുസരിച്ച് ആ ഡെൽറ്റ 1ൻ്റെയും ഡെൽറ്റ 2ൻ്റെയും ഒക്കെ ഇക്വേഷൻസിൽ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് മെക്കാനിസത്തിലോട്ട് പോകാം. സോ റൈറ്റ് ഡൗൺ നെക്സ്റ്റ് വൺ, മെക്കാനിസം 2. മെക്കാനിസം 2 എന്ന് പറയുമ്പം
ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരുന്നത്. കാരണം W എന്ന് പറഞ്ഞ ലോഡിന് അണ്ടറിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോലെ. ഓക്കെ, സോ റൈറ്റ് ഡൗൺ മെക്കാനിസം 2. അവിടെയും സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ കൊളാപ്സ് മെക്കാനിസം. ഓക്കെ, സോ നിങ്ങൾ ആ കൊളാപ്സ് മെക്കാനിസം ഈ ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ലോഡിൻ്റെ അണ്ടറിൽ Δ1 എന്നുള്ളൊരു ടേം ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അടുത്ത ലോഡിൽ Δ2 എന്നും ആണെങ്കിൽ അതിൻ്റെ വേറൊരു മെക്കാനിസം, രണ്ടാമത്തെ ഒരു മെക്കാനിസം വരുമ്പോഴും അതേ ഡെൽറ്റ വാല്യൂസ് തന്നെ യൂസ് ചെയ്യാൻ ഓർക്കണം ആ ലോഡിൻ്റെ അണ്ടറിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ മെക്കാനിസത്തിൽ 1.25 ഡബ്ല്യുവിൻ്റെ അണ്ടറിൽ Δ1 എന്നല്ലേ കാണിച്ചത്, അതുപോലെ ഡബ്ല്യുവിൻ്റെ അണ്ടറിൽ Δ2 ആണ് കാണിച്ചത്. ഇവിടെയും മെക്കാനിസം 2ൻ്റെ അണ്ടറിലും അങ്ങനെ തന്നെ കാണിക്കണം. 1.25 ഡബ്ല്യുവിൻ്റെ അണ്ടറിൽ Δ1 ആയിരിക്കും, ഇത് Δ1 ആയിരിക്കും. W എന്ന് പറഞ്ഞ ലോഡിൻ്റെ അണ്ടറിൽ Δ2 ആയിരിക്കും. അതിൽ മാറ്റം വരുത്തരുത്. ഓക്കെ, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 1 എന്നുള്ള രീതിയിൽ ഈ ഒരു കൊളാപ്സ് മെക്കാനിസം എഴുതുക. ദാറ്റ് ഈസ് ഫോർ ദ സെക്കൻഡ് മെക്കാനിസം. ഫസ്റ്റ് മെക്കാനിസം ചെയ്തു, സെക്കൻഡ് മെക്കാനിസത്തിൻ്റെ ഡയഗ്രമാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ദാറ്റ് വാസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് അണ്ടർ ദ സെക്കൻഡ് മെക്കാനിസം. ഇനി ട്രയാങ്കിൾ ഷേപ്പ് വരച്ചോ. ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ വരയ്ക്കണം എന്നാണ് പറഞ്ഞത്? Δ1 കാണിക്കണം, Δ2 കാണിക്കണം, θ1 കാണിക്കണം, θ2 കാണിക്കണം. സോ 4 കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ലോഡ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ടേംസ് വരുന്നത്. Δ1, Δ2, θ1, θ2. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് 0.2L-ഉം 0.25L-ഉം നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച്. സോ നമുക്കിവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് വരുന്നത്? ഇതേപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ലേ. അടുത്ത പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത് എൻഡിൽ. ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ചസ്. മൂന്നാമത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് W ലോഡിന് അണ്ടറിലായതുകൊണ്ട് അവിടെയാണ് മൂന്നാമത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച്. സോ ദർ ആർ 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ്. ഓക്കെ, so that will be your second step. Identify the location of plastic hinge. So നിങ്ങൾ ഡയഗ്രത്തിൽ പ്ലാസ്റ്റിക് ഹിഞ്ചിനെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ആ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ട്രയാങ്കിളിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ നോട്ട് ചെയ്യുക. ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിൾ എടുക്കുക. ഇപ്പം കാണിക്കാം. ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഈ ട്രയാങ്കിൾ എടുത്തതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി എഴുതുക. എന്തെഴുതാൻ പറ്റും? Δ2 is equal to ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ട്രയാങ്കിളിൽ ഈ ഒരു ഡിസ്റ്റൻസ് അത് എത്ര വരും? 0.75L വരത്തില്ലേ അല്ലേ? ഞാനത് ഒന്ന് എഴുതാം. ഈ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? Δ2 is equal to 0.75L into θ1 എന്ന് വരും. ഓക്കെ, ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ചെറിയ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വീണ്ടും അവിടെ Δ2 തന്നെയാണ്. സോ Δ2 is equal to 0.25L into θ2 എന്ന് വരും. സോ ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും, ദിസ് ഇസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ 2 ടേംസും എഴുതുക. ഓക്കെ, അതുപോലെ ചെറിയ Δ1നുള്ള ഇക്വേഷൻ എഴുതുക. Δ1 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ചെറിയ ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം?
delta 1 is equal to 0.2 L into theta 1 എന്ന് എഴുതാം. delta 1 is equal to 0.21 into 0.2 L into theta 1. സോ 3 കാര്യങ്ങൾ, 3 ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. ഇനി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ടേംസിനെയൊക്കെ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഈ രണ്ടാമത്തേനെ നമുക്കൊരു ചെറിയ വ്യത്യാസം വരുത്താം. അതായത് തീറ്റ 2 അല്ല, നമ്മളിപ്പോൾ ഇവിടെ തീറ്റ 1 അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കതിനെ എങ്ങനെ മാറ്റാം? ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു 0.2 L ഡിവൈഡഡ് ബൈ 0. തീറ്റ 1ന്റെ പുതിയ എക്സ്പ്രഷൻ എടുക്കാം. അതായത് ഇതിനെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു delta 1 is equal to 0.2 L into theta 1 പകരം നമുക്ക് ഇത് എഴുതാം. ഡെൽറ്റ 2 ഡിവൈഡ് ബൈ 0.75 L എന്ന് എഴുതാം അല്ലേ? ഡെൽറ്റ 2 ഡിവൈഡ് ബൈ 0.75 L എന്ന് എഴുതാം. അതായത് നമ്മൾ ഈ ആദ്യത്തേനെയാണ് ഇവിടെ ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പറഞ്ഞ എക്സ്പ്രഷനിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു 0.2 L ഡിവൈഡ് ബൈ 0.75 L into delta 2. So L cancel out. So that becomes delta 1 is equal to 0.2 divided by 0.75 into delta 2. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ 1 എന്നുള്ള രീതിയിൽ വെക്കാം. അതേപോലെ അടുത്തത് ഇതിനെ നമുക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. അതായത് 0.75 L into theta 1 is equal to ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. ഈ ആദ്യത്തേതും ഇതിനെ രണ്ടിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. 0.75 L into theta 1 is equal to delta 2, which is equal to 0.25 L into theta 2. L into theta 2. So ഇവിടെ L ക്യാൻസൽ ആകുമ്പോൾ theta 2 becomes equal to 3 into theta 1 എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. സോ അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആക്കി മാറ്റാം. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും എഴുതിയിട്ട് പറയണേ, അതുവരെ കംപ്ലീറ്റ് ആയിട്ട് പറയണേ. Okay, so
അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അത് സ്റ്റെപ്പ് നമ്പർ 3 ഓക്കെ. സോ സ്റ്റെപ്പ് നമ്പർ 1, 2 ഓഫ് സെക്കൻഡ് മെക്കാനിസംസ് കംപ്ലീറ്റഡ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഇന്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കും, എക്സ്റ്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കും, രണ്ടിനെ ഇക്വേറ്റ് ചെയ്യും. അത് 3ഉം 4ലും. സോ ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, എഴുതുക. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞ് എഴുതുക. സ്റ്റെപ്പ് നമ്പർ 3 ഇന്റേണൽ വർക്ക് ഡൺ എന്ന് എഴുതുക. ഓക്കെ. സോ ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ MP ഇൻറ്റു θ1 പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ ഇവിടെ നോക്കാം, ഇതാണ് MP ഇൻറ്റു θ1. അടുത്തത് നമുക്ക് MP ഇൻറ്റു θ2 എടുക്കാം. അടുത്തത് എഗെയിൻ MP ഇൻറ്റു θ1 പ്ലസ് θ2. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇത്രയും ടേംസ്. കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ അതേ പ്രൊസീജിയർ തന്നെ. ഡയഗ്രാം നോക്കുക, θ1 θ2 എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കുക. സെയിം സ്റ്റെപ്സിനെ റിപ്പീറ്റ് ചെയ്യരുത്, സെയിം ടേംസ് അതുപോലെ എഴുതരുത്. ഡയഗ്രാം നോക്കിയതിന് ശേഷം എഴുതുക. MP ഇൻറ്റു θ1 പ്ലസ് MP ഇൻറ്റു θ1 പ്ലസ് θ2 പ്ലസ് MP ഇൻറ്റു θ2. സോ നമ്മൾ ഈ θ1ഉം θ2വിനെയൊക്കെ റീപ്ലേസ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ആക്കാം. ഇവിടെ എനിക്കൊന്ന് θ1 ആയിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് θ1 ക്യാൻസൽ ആകത്തക്ക രീതി. സോ 8 MP θ1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ദ ഇന്റേണൽ വർക്ക് ഡൺ, 8 MP θ1. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പം എക്സ്റ്റേണൽ വർക്ക് ഡണിലോട്ട് പോകാം. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പം external work done is equal to WC into delta 1 plus WC into delta 2. നമ്മൾ മറ്റേതിൽ ചെയ്ത അതേപോലെ തന്നെ, പക്ഷെ ആ ഞാൻ പറഞ്ഞല്ലോ W1ഉം W2ഉം റീഅറേഞ്ച് ചെയ്യരുത്. ഫസ്റ്റ് മെക്കാനിസത്തിൽ എന്താണോ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എടുക്കുക. സോ W1നും W2നും നമ്മൾ ആ ഒരു ടേംസിന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ 1 2 എന്ന് പറഞ്ഞാക്കിയിരുന്നല്ലോ. സോ അതായത് ഇവിടെ നമ്മൾ ഇക്വേഷൻ 1 2 എന്ന് മാറ്റിയിരുന്നില്ലേ. സോ അതിവിടെ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് നോട്ട് ചെയ്തോ. 1.25 ഇൻറ്റു WC ഇൻറ്റു 0.2L ഡിവൈഡ് ബൈ 0.75L ഇൻറ്റു ഡെൽറ്റ 2 പ്ലസ് WC ഡെൽറ്റ 2. അപ്പം ഡെൽറ്റ 2ന് പകരം θ1ൻ്റെ ആ ഒരു ഇക്വേഷൻ എഴുതാം, എന്നാലേ അത് ക്യാൻസൽ ആവുള്ളൂ. ഓക്കെ. സോ ഇതുവരെ എഴുതും. എക്സ്റ്റേണൽ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ WC ഇൻറ്റു L θ1 ആണ് കിട്ടുന്നത്. സോ അതുവരെ എഴുതും.
കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ. സോ അത് കഴിഞ്ഞാൽ ഇനി സ്റ്റെപ്പ് നമ്പർ 5 രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റിംഗ് ഇന്റേണൽ വർക്ക് ഡൺ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് WC നമുക്ക് ക്വസ്റ്റിൽ ചോദിച്ചിരുന്നത് കൊളാപ്സ് ലോഡ് ആയതുകൊണ്ട് WC ഒരു ഇക്വേഷൻ എക്സ്പ്രഷൻ അവിടെ ഉണ്ടാക്കുക. അപ്പോൾ അത് എഴുതിക്കോ. സ്റ്റെപ്പ് നമ്പർ 5 ഇക്വേറ്റിംഗ് ഇന്റേണൽ വർക്ക് ഡൺ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ വി ഗെറ്റ് 8 MP θ1 is equal to WC L θ1 that becomes WC equal to 8 MP L 8 MP divided by L. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ 3 പ്രോബ്ലം ചെയ്തതിലൊക്കെ നമുക്ക് ഒരു കൊളാപ്സ് ലോഡിന്റെ വാല്യൂ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ലോഡിന്റെ ഏത് വാല്യൂ എടുക്കണം? ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മൾ മുൻപ് പഠിച്ചപ്പം ഈ മോഡ്യൂൾ തുടങ്ങിയപ്പോൾ പഠിച്ചൊരു കാര്യം. കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് എല്ലാ മെക്കാനിസത്തിൽ നിന്നും കിട്ടുന്നതിന്റെ ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ WC ഈസ് ഈക്വൽ ടു രണ്ടിലും നോക്ക്. രണ്ടിലും ഇപ്പൊ മെക്കാനിസം 1 WC ഇക്വേഷൻ എന്തായിരുന്നു? സെയിം ഇക്വേഷൻ ആയിരുന്നു. 8 MP by L ആയിരുന്നു. മെക്കാനിസം 2 അത് 8 MP by L ആണ്. സോ അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ദിസ് കേസ് വി ഫൈൻഡ് ബോത്ത് മെക്കാനിസംസ് ഗിവ് സെയിം കൊളാപ്സ് ലോഡ്. സോ 8 MP divided by L. സോ അത് സെയിം ആയതുകൊണ്ട് two mechanisms will occur simultaneously and therefore WC is equal to final answer എന്ന് പറയുന്നത് സെയിം തന്നെ 8 MP divided by L. Okay, so write down this. കംപ്ലീറ്റ് ആയോ? ഓക്കെ, സോ ഇതാണ് രണ്ട് ലോഡ് വന്നു കഴിയുമ്പോൾ രണ്ട് മെക്കാനിസംസ് വരും എന്നുള്ളതേ ഉള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. രണ്ട് ഡിഫറെൻറ്റ് ഡയഗ്രത്തിൽ നമ്മളത് രണ്ടായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഓൾവേസ് റിമെമ്പർ ദീസ് 5 സ്റ്റെപ്സ്. ഓക്കെ, ഈസിയാണ് പ്രോബ്ലംസ്. പ്ലാസ്റ്റിക് അനാലിസിസ് ഇപ്പം നമ്മൾ ബീമിൻ്റെ പഠിച്ചു, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫ്രെയിമിനും ചെയ്യുന്നത്. ഫ്രെയിമിന് നമുക്ക് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ടുള്ള അഡീഷണൽ കോളംസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസമില്ല. സോ കൈനമാറ്റിക് മെത്തേഡ് ആയിരിക്കും മിക്കപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് 99% എക്സാമിന് ചോദിക്കുന്നുണ്ടാവാം. സോ ഈ പ്രൊസീജിയർ എല്ലാവരും തറവാക്കി മനസ്സിലാക്കുക. 5 സ്റ്റെപ്സ്. ഓക്കെ, ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും ഓരോ ലോഡിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഷേപ്പ് വരയ്ക്കുക, എന്നിട്ട് പ്ലാസ്റ്റിക് ഹിഞ്ചിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഇന്റേണൽ വർക്ക് ഡണും എക്സ്റ്റേണൽ വർക്ക് ഡണും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മളിപ്പം ചെയ്തു പോയ ഈ ഒരു പ്രോബ്ലം. ഓക്കെ സാർ, ഓക്കെ, ഇനിയും നമുക്കൊരു
പ്രോബ്ലം ഫുൾ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാം, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലം ഇതും ഗൂഗിൾ ക്ലാസ് റൂമിലുള്ളതാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ, അത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റെപ്സ് അതേപോലെ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ പ്ലാസ്റ്റിക് ഹിഞ്ചിൻ്റെ ലൊക്കേഷൻ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രാം നോട്ട് ചെയ്യും. For the beam, determine the design plastic moment capacity. So ഇതിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് എന്താ ഡിഫറൻസ്? ക്വസ്റ്റ്യനിൽ എന്താ ഡിഫറൻസ്? കഴിഞ്ഞ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? കഴിഞ്ഞ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? കൊളാപ്സ് ലോഡ് അല്ലേ? കൊളാപ്സ് ലോഡാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസൈൻ പ്ലാസ്റ്റിക് മൊമെന്റ് ആണ്. സോ ഇതെന്തായിരിക്കും ഡിഫറൻസ്? കൊളാപ്സ് മൊമെന്റ് എന്ന് പറയുമ്പോൾ WC കണ്ടുപിടിച്ചു. ഇവിടെ എന്ന് പറയുമ്പം അതായത് WCക്ക് ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനിയും ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് MPക്ക് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ MPക്ക് ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. കൊളാപ്സ് ലോഡാണ് ചോദിക്കുന്നെങ്കിൽ എല്ലാ മെക്കാനിസത്തിൽ നിന്നുള്ള ഏത് വാല്യൂ എടുക്കണം? ഹയസ്റ്റ് ആണോ ലീസ്റ്റ് ആണോ എടുക്കേണ്ടത്? ഏതെടുക്കണ്ടേ? ലീസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക് മൊമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തെടുക്കണം? ഏതൊക്കെ മെക്കാനിസംസ് ഉണ്ടോ അതിൽ നിന്നുള്ള ഹയസ്റ്റ് വാല്യൂ എടുക്കണം. അതേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ഓക്കെ, ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. നിങ്ങൾക്ക് എല്ലാ മെക്കാനിസത്തിൽ നിന്നും കിട്ടുന്ന MPക്ക് കിട്ടുന്ന എക്സ്പ്രഷൻസിൽ നിന്നുള്ള മാക്സിമം ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, സോ ഇത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ സെയിം പ്രോബ്ലം അങ്ങനെ തന്നെ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഫുൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുക മൺഡേത്തേക്ക്. പക്ഷേ ഇതിന്റെ ജസ്റ്റ് ആ ഒരു കൊളാപ്സ് മെക്കാനിസത്തിന്റെ പ്രൊസീജിയർ മാത്രം ഞാൻ പറഞ്ഞുതരാം. സോ ക്വസ്റ്റ്യൻ വരച്ചല്ലോ. സോ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ എത്ര മെക്കാനിസംസ് വരുന്നു മനസ്സിലാവുന്നുണ്ട്? എത്ര മെക്കാനിസംസ് വരും? 2 ലോഡ് ഉണ്ട്. സോ എത്ര മെക്കാനിസംസ് വരും? 2 മെക്കാനിസം. ഒരു സ്പാനിൽ 2 ലോഡ് ഉണ്ടെങ്കിൽ അവിടെ 2 മെക്കാനിസം വരും. അല്ലാതെ അങ്ങനെ 2 ലോഡിന് 2 എന്നുള്ള കണക്കെടുക്കരുത്. നിങ്ങൾ ഡയഗ്രാം നോക്കിയിട്ട് ഐഡന്റിഫൈ. ഇവിടെ എന്തായാലും 2 മെക്കാനിസംസ് വരും. കാരണം 50 കിലോ ന്യൂട്ടൺ ലോഡിന് അണ്ടറിൽ ഒരു ഡിഫോംഡ് ഷേപ്പ് വരും. അതുപോലെ തന്നെ 75 കിലോ ന്യൂട്ടൺ ലോഡിന് അണ്ടറിലും ഒരു ഡിഫോംഡ് ഷേപ്പ് വരും അല്ലേ? റൈറ്റ്. ഏതാ നമ്മുടെ ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഞാനത് ഒന്ന് ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസം. സോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം എങ്ങനെയായിരിക്കും വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ ആയിരിക്കില്ലേ വരുന്നത് രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം? റൈറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രവൃത്തി ചെയ്ത പോലെ തന്നെ ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസം ഇത് 50 കിലോ ന്യൂട്ടൺ അണ്ടറിൽ മാക്സിമം ഡിഫ്ലക്ഷൻ വരത്തക്ക രീതിയിൽ അതിന് Δ1 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുമ്പോൾ 75 കിലോ ന്യൂട്ടൺ ലോഡിന് അണ്ടറിൽ അതിന് Δ2 എന്ന് കൊടുക്കുക. ഓക്കെ, സോ അതായിരിക്കും നിങ്ങളുടെ കൊളാപ്സ് മെക്കാനിസം. ഇനി പ്ലാസ്റ്റിക് ഹിഞ്ച് എവിടെയൊക്കെ ഫോം ആകും? ഓർത്ത് വെക്കുക, പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുന്നത് ആദ്യം എൻഡ്സിലാണ്, ആദ്യം സപ്പോർട്ട്സിലാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടും മറ്റേത് ഹിഞ്ച് സപ്പോർട്ടുമാണ്. ഹിഞ്ച് സപ്പോർട്ടിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യത്തില്ല. ഓൾറെഡി അവിടെ ഹിഞ്ച് ഉണ്ട്. ഇത് ഓൾറെഡി ഹിഞ്ച് ഉള്ളതല്ലേ. സോ അവിടെ വീണ്ടും ഒരു ഹിഞ്ച് ഫോം ചെയ്യത്തില്ല. സോ ഫിക്സഡ് എൻഡിൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുള്ളൂ. സോ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ചും പിന്നെ നമ്മളുടെ ലോഡിന് അണ്ടറിൽ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ചും. അതാണ് അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ചസ് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. രണ്ടാമത്തെ എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതേ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എവിടേക്കാണ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആവുന്നത്? ഫിക്സഡ് എൻഡിലും ഫോം ആകും, ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ലോഡിന്റെ അണ്ടറിലും കൊളാപ്സ് മെക്കാനിസം ഫോം ആകും. ഹിഞ്ച് സപ്പോർട്ടിൽ കൊളാപ്സ് മെക്കാനിസം ഫോം ആകില്ല. അതാണ് ഡിഫറൻസ്. ഓക്കെ,
ഇനി ലാസ്റ്റ് നോക്ക്, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് കൊളാപ്സ് മെക്കാനിസത്തിൽ നിന്ന് കിട്ടുന്നത് 45.83 മൊമെന്റ് ആയതുകൊണ്ട് കിലോ ന്യൂട്ടൺ മീറ്റർ, അതായിരിക്കും എൻ്റെ യൂണിറ്റ്. ഓക്കെ, 45.83 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ വാല്യൂ കിട്ടാൻ കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ 50, 75 എന്നും ഡിസ്റ്റൻസിന്റെ വാല്യൂസ് ഒക്കെ തന്നതുകൊണ്ട്. ഓക്കെ, രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസത്തിൽ നിന്ന് കിട്ടുന്ന MP-യുടെ വാല്യൂ 87.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ഫൈനൽ ആൻസർ ഏതായിരിക്കും? ഹയസ്റ്റ് ഓഫ് ബോത്ത് ദ മെക്കാനിസംസ്. ഓക്കെ, സോ അത് മാത്രമേ അവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം നോക്കി ഇപ്പം കയ്യോടെ അത് എഴുതി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മൺഡേ വരുമ്പം ഈ 2 പ്രോബ്ലമും കംപ്ലീറ്റഡ് ആയിട്ട് തന്നെ കാണിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനും കൂടെ എല്ലാവരും നോട്ട് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ഇപ്പൊ പഠിച്ച പ്രോബ്ലമും നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്താൽ നോട്ട്ബുക്കിൽ നോക്കി എഴുതാൻ പോകുന്ന പ്രോബ്ലം തറവാക്കി മനസ്സിലാക്കുക. ഞാൻ മൺഡേ ഈ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ GMT നടത്തും. GMT കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യും. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്രോബ്ലം 8 പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 9 മാർക്സിന് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്ര കൊളാപ്സ് മെക്കാനിസം ഫോം ആകും എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കും കൊളാപ്സ് മെക്കാനിസം ഫോം ആവുന്നത്? എത്ര എണ്ണം ഫോം ആകും? 4 മെക്കാനിസംസ് അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ സ്പാനിന് ഇതിന് ഇങ്ങനെ ഒരു മെക്കാനിസം ഫോം ആകും അല്ലേ? ഇവിടെ ലോഡ് UDL ആയതുകൊണ്ട് എന്തായാലും സെന്ററിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. രണ്ടാമത്തെ സ്പാൻ എടുക്കുകയാണ്, BC എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര മെക്കാനിസംസ് വരും? ഇതൊരു മെക്കാനിസം ആയിരിക്കും അല്ലേ? അടുത്ത മെക്കാനിസം ഏതായിരിക്കും? അതേ സ്പാനിൽ വീണ്ടും ഒരു മെക്കാനിസം വരും. അത് ഏതായിരിക്കും? അത് ഇങ്ങനെ ഒരു മെക്കാനിസം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 150 അണ്ടറിൽ, ഇത് 100 അണ്ടറിൽ. ഓക്കെ, ഇനി അടുത്ത മെക്കാനിസം CD സ്പാനിൽ അവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? അവിടെ ലോഡിന് അണ്ടറിൽ ഇങ്ങനെ വരും അല്ലേ? ഏകദേശം 2 മീറ്റർ 4 മീറ്റർ എന്നാണ് ലോഡിന് അണ്ടറിൽ വരുന്നത്. സോ ടോട്ടലി ഇത്രയും മെക്കാനിസംസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഫോം ആവുന്നുണ്ട്. സോ നിങ്ങൾ നോർത്ത് നോക്കുക, ക്ലാസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റിക്വയർഡ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഇൻ ദ കണ്ടിന്യൂസ് ബീം എന്നാണ്. സോ മെക്കാനിസം 1, മെക്കാനിസം 2ന്റെ അണ്ടറിൽ തന്നെ 1, 2 വരും, അല്ലെങ്കിൽ 2, 3 എന്ന് കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, 2ഉം 3ഉം കൊടുക്കാം. അതിനുശേഷം ഇത് മെക്കാനിസം 4. ഈ 4 മെക്കാനിസത്തിൽ നിന്നും കിട്ടുന്ന പ്ലാസ്റ്റിക് മൊമെന്റ് അല്ലെങ്കിൽ MP-യുടെ ഏത് വാല്യൂ എടുക്കണം? ഹയസ്റ്റ് ആണോ ലോവസ്റ്റ് ആണോ എടുക്കണ്ടേ? MP എന്ന് പറയുമ്പോൾ ഏതാ എടുക്കണം എന്നാ പറഞ്ഞത്? ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മെക്കാനിസത്തിന്റെ ഐഡിയ വേണം. ഓക്കെ, ഇനി ഇതിൽ തന്നെ പ്ലാസ്റ്റിക് ഹിഞ്ചസ് എവിടെ ഫോം ആവും പറയാൻ പറ്റുമോ? ആദ്യത്തെ മെക്കാനിസം എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ജോയിന്റ്സിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകും. സോ ആദ്യത്തെ മെക്കാനിസം എടുക്കുമ്പോൾ ഇതായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ചസ്. രണ്ടാമത്തെ മെക്കാനിസം എടുക്കുമ്പം ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകും, ഇവിടെ ഫോം ആകും, പിന്നെ ഇവിടെ ഫോം ആകും, അതുപോലെ ഇവിടെയും ഫോം ആകും. കാരണം ഇന്റർമീഡിയറ്റ് ജോയിന്റ്സിലെല്ലാം പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആകും. കാരണം നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചൊരു കാര്യമാണ്. ഓൾ ഇന്റർമീഡിയറ്റ് ജോയിന്റ് സപ്പോർട്ട്സ് ആർ കൺസിഡർഡ് ആസ് ഫിക്സഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഇന്റർമീഡിയറ്റ് ജോയിന്റ്സിലെല്ലാം എന്ത് ഫോം ആകും? പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകും. ഓക്കെ, മൂന്നാമത്തെ മെക്കാനിസത്തിലും അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച്, ഇവിടെ അടുത്ത പ്ലാസ്റ്റിക് ഹിഞ്ച്, മൂന്നാമത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് ലോഡിന്റെ അണ്ടറിലുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ മെക്കാനിസം വരുമ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകും, അടുത്ത പ്ലാസ്റ്റിക് ഹിഞ്ച് ഇവിടെ ഫോം ആകും. ഡിയിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകുമോ? ഡിയിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകുമോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം അത് ക്വസ്റ്റ്യനിലെ എക്സ്റ്റീരിയർ സപ്പോർട്ടിൽ അത് റോളറാണ്. സോ അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകുന്നില്ല. സോ ഇതാണ് ഈ ഡയഗ്രാം നിങ്ങൾക്ക് തറവായിട്ടുണ്ടെങ്കിൽ ഈ വെറും കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതെപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ
നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. സോ മൺഡേ വരുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ, പ്രോബ്ലം നമ്പർ, ഇപ്പം ഇന്ന് ക്ലാസ്സിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത ആ ഒരു പ്രോബ്ലം, പിന്നെ ഗൂഗിൾ ക്ലാസ്സിലൊന്ന് നോക്കി ചെയ്യാനുള്ള പ്രോബ്ലം നമ്പർ 6 അത് കംപ്ലീറ്റ് ചെയ്യുക. പ്രോബ്ലം 8ൻ്റെ ഈ ക്വസ്റ്റ്യനും ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന റഫ് സ്കെച്ചും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആബ്സെൻ്റ് ആയിട്ടുള്ളവരോടും പറയുക, ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇനി എനിക്കൊന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ക്ലാസ് മിസ്സായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അർജൻസിയിൽ ഇങ്ങനൊരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് വെച്ചത്. നമുക്കറിയാം സീരീസ് എക്സാം വരുന്നത് എന്നാ നെക്സ്റ്റ് വീക്ക്, അതായത് ജനുവരി 27, 28, 29 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മൺഡേ, ട്യൂസ്ഡേ ആ 2 ദിവസമേ നമുക്ക് ക്ലാസ് ആയിട്ട് കിട്ടുള്ളൂ. വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ പിന്നെ റിവിഷൻ ആയിരിക്കും. ഫ്രൈഡേ, സാറ്റർഡേ നിങ്ങളുടെ ടെക് ഫെസ്റ്റും ആയിരിക്കും. സോ ആകെ മൺഡേ, ട്യൂസ്ഡേയും കൂടെ എനിക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ടൈം കിട്ടുള്ളൂ. സോ നിങ്ങളും കുറച്ച് ഫാസ്റ്റ് ആകുക, സ്പീഡപ്പ് ആകുക പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ. സോ താങ്ക് യു ഓൾ. ആബ്സെൻ്റ് ആയിട്ടുള്ളവരെയും ഇൻഫോം ചെയ്യുക, അവർക്കും നോട്ട്സ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ ലീവ് നൗ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.